നമ്മെ തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ള ചിന്തകളെ തിരിച്ചറിയാൻ പലപ്പോഴും മെഡിറ്റേഷൻ സഹായിക്കുന്നു. നമുക്ക് പലപ്പോഴും ആരാണ് നമ്മെ ഉയർത്തുന്നത്, ആരാണ് നമ്മെ തളർത്തുന്നത്? ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ട്, നമ്മളെ ഉയർത്തുന്നതും നമ്മൾ തന്നെയാണ്, നമ്മളെ ഇകഴ്ത്തുന്നതും നമ്മൾ തന്നെയാണ്. അപ്പം നമ്മുടെ ചിന്തകളെയാണ് നമ്മളെ ഉയർത്തുന്നത്. നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ചിന്തയാണ്, അവർ മൈൻഡ് സെറ്റ്. സോ ആ മൈൻഡ് സെറ്റിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ചിന്തകളെക്കുറിച്ച് കൃത്യമായ അവബോധം ഉണ്ടാകുന്നതിലൂടെ കൂടുതൽ മികവുറ്റ രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഒരു ഗുണം. സോ നമ്മൾ മെഡിറ്റേഷൻ പോസ്റ്ററിൽ ഇരുന്നു, അല്ലെങ്കിൽ നമ്മുടെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇതാണ്, പലപ്പോഴും എനിക്ക് കാല് നല്ല രീതിയിൽ പത്മാസനത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അർദ്ധപത്മാസനത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊന്നും തുടക്കക്കാർ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. അവർക്ക് പറ്റുന്ന കംഫർട്ടബിൾ പൊസിഷനിൽ ഇരിക്കാൻ മാത്രമാണ് പതഞ്ജലി പറയുന്നത്. ഇപ്പോൾ കംഫർട്ടബിൾ പൊസിഷനിൽ ഇരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മെഡിറ്റേഷൻ തുടങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ചുറ്റുഭാഗവും നമുക്ക് ഒരുപാട് കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാകുന്നത്? നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും ബഹളം കാണുന്നു, എവിടെ നോക്കിയാലും കലുഷിതമായ അന്തരീക്ഷങ്ങൾ കാണുന്നു, എവിടെ നോക്കിയാലും പ്രതിസന്ധികൾ കാണുന്നു. എന്തുകൊണ്ടാണത്? ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് നമുക്കില്ല. നമ്മുടെ അവബോധം തന്നെ വ്യത്യസ്തമാണ്. മികവുറ്റ രീതിയിൽ ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഇതൊക്കെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ മെഡിറ്റേഷൻ വിൽ ഹെൽപ്പ് യു ടു സോർട്ട് ഔട്ട് ഓൾ ദീസ് സോർട്ട്സ് ഓഫ് പ്രോബ്ലംസ്. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കും. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.